തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച മുൻതൂക്കം ശരിക്കും പറഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതലെടുക്കാനായിട്ട് അവർ അങ്ങ് തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞു. ഇന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചതനുസരിച്ചാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് 50%-ലധികം യുവാക്കൾക്കും സ്ത്രീകൾക്കും പരിഗണന കൊടുക്കും. 60%-ഓളം പുതുമുഖങ്ങളെ അവതരിപ്പിക്കും. പക്ഷേ ഈ പുതുമുഖങ്ങളെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോഴും യുവാക്കൾക്കും സ്ത്രീകൾക്കും മുൻതൂക്കം നൽകുമെന്ന് പറയുമ്പോഴും 55 വയസ്സ് കഴിഞ്ഞവരെയും കോൺഗ്രസ് യുവാക്കളായിട്ടാണ് പരിഗണിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ന് ഇതൊക്കെ പറയാൻ കാരണം AK ആന്റണിക്ക് ഇപ്പോൾ 85 വയസ്സായി. അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷമാണെങ്കിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പങ്കെടുത്തു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് നീങ്ങാനായിട്ട് കോൺഗ്രസ് തീരുമാനിക്കുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ തമ്മിലടിയുടെ രാഷ്ട്രീയമാണ് എപ്പോഴും കോൺഗ്രസ് മുന്നിലുള്ളത്. അതുകൊണ്ട് CPM-നെ BJP-യുടെ വെല്ലുവിളിയൊക്കെ മറികടക്കാൻ അവർക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. എങ്ങനെ വിലയിരുത്താൻ പറ്റും ഇതിനെ? ഇതിനകത്ത് കോൺഗ്രസിന്റെ പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. കോൺഗ്രസിന്റെ പ്ലസും മൈനസും എല്ലാവർക്കും അറിയാം. ഈ കോൺഗ്രസിനോട് പ്ലസ് പോയിന്റ്സ് ഉണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവും രീതിയും ഒക്കെ ആയിട്ട് ചേർന്ന് പോകുന്ന, ആരെയും ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു വിശാലമായ ഒരു ക്യാൻവാസൊക്കെ ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷെ ഇപ്പൊ എന്താ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ, കോൺഗ്രസിനകത്ത് ഇപ്പൊ നമ്മുടെ നേതൃത്വത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ള അടിയാണ്. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് ഇതിനകത്ത് അത് മുകളിൽ മുതൽ ഏറ്റവും താഴേക്കിട വരെ ഉണ്ട്. ആ താഴേക്കിട വരെ നടക്കുന്നതിന്റെ സംഗതിയുടെ ഏറ്റവും നല്ല റിഫ്ലക്ഷനാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനകത്ത് ഇപ്പോൾ തൃശ്ശൂരിലെ മറ്റത്തൂരിലുണ്ടായ സംഗതികൾ. അതുപോലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ BJP-യും SDP-യും ഒക്കെ ആയിട്ട് കൈകോർത്തുകൊണ്ട് അധികാരത്തിന് വേണ്ടി അധികാരം സ്ഥാനങ്ങളിൽ എത്തുന്ന കാഴ്ചയൊക്കെയാണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്നതുപോലെ ചെറുപ്പക്കാരെ പരീക്ഷിച്ചു. പക്ഷെ ഇപ്രാവശ്യവും ഈ പറയുന്നതുപോലെ 50%-ഓളം യുവാക്കളെയും പിന്നെ വനിതകളെ ഉൾപ്പെടുത്തുമെന്ന് പറയുമ്പോൾ അതിനകത്തൊരു പുതുമയില്ല എന്നുള്ളതാണ്. കാരണം ഈ പിന്നെ യൗവനത്തിന്റെ ഇപ്പം VD സതീശനെ, ഇപ്പം 60 വയസ്സായ VD സതീശനെ യുവ നേതാവ് എന്നുള്ള രീതിയിലാണ് ചിലരൊക്കെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഈ വനിതകളുടെ എത്ര ഇപ്പം ഏറ്റവും ശ്രദ്ധിക്കാനുള്ള ഈ വനിതകൾക്ക് എത്ര ശതമാനം കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് ഒരു രാഷ്ട്രീയമായ ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ് എടുക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ഇപ്പം നിലവിലുള്ള അവസ്ഥയിൽ ഈ പറയുന്നത് പോലെ ഓരോ മണ്ഡലങ്ങളിലും ഈ വലിയ വലിയ ജയിക്കാൻ സാധ്യതയുള്ളവരെ മാത്രം നിർത്തുക എന്നുള്ളൊരു സമീപനം തന്നെയാണ് ഇപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എടുക്കാൻ പോകുന്നത്. അപ്പം അതിനകത്ത് ഈ പറഞ്ഞതുപോലെ അതിനകത്ത് നിന്ന് ഇങ്ങനെയുള്ള നിർത്തുന്ന ആൾക്കാരെ ഉയർത്തിക്കാട്ടി ഞങ്ങൾ 50% ചെറുപ്പക്കാരെ നിർത്തി ഇത്ര ശതമാനം അല്ലെങ്കിൽ വനിതകൾക്ക് ഇത്രയും കൊടുത്തു എന്ന് പറയാനുള്ളൊരു ശ്രമം നടക്കുന്നു. മറിച്ച് വനിതകളെ എത്ര പേര് നിർത്തുന്നു എന്ന് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു പൊളിറ്റിക്കൽ മെസ്സേജ് തന്നെയായിരിക്കും. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു പുതിയ എന്തെങ്കിലും മാറ്റം വരുമെന്ന് തോന്നുന്നില്ല. കോൺഗ്രസ് പഴയതുപോലെ തന്നെയായിരിക്കും. സ്ഥാനാർത്ഥി നിർണയം വരെ അടിയുണ്ടാവും, അത് കഴിഞ്ഞിട്ട് മത്സരിക്കും, ജയിച്ചു കഴിഞ്ഞാൽ അധികാരത്തിനും വേണ്ടി അടിയുണ്ടാവും. അതൊക്കെ എപ്പോഴും തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ചൊരു മാറ്റം ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഇപ്പോൾ കിട്ടുന്ന ഒരു മുൻതൂക്കം ഉണ്ടല്ലോ, അത് പരമാവധി മുതലെടുക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നു. അത് സക്സസ് ആവും അല്ലേ? അത് തന്നെ സക്സസ് ആവുമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നമ്മൾ പറഞ്ഞില്ലേ, ചിലപ്പോൾ പറയാം ഒറ്റരന് അക്ഷരം ആവുന്നത് പോലുള്ള സംഭവം തദ്ദേശത്തിൽ കൂടെ പറ്റിയത്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് തദ്ദേശത്തിൽ ഈ സംഭവം അവർ ഇത്രയും ഉദ്ദേശിച്ചില്ല കേട്ടോ. അവർക്കറിയാമല്ലോ, എനിക്ക് എന്നെ പറ്റി ഒരു ധാരണയില്ല എന്ന് പറയുന്നവർക്ക്. കോൺഗ്രസിനറിയാം നമുക്ക് സംവിധാനമില്ല, അപ്പം ഇതിനകത്ത് ജയിക്കാൻ പറ്റും. അപ്പം അവർ നോക്കിയപ്പം സ്ഥാനാർത്ഥികൾ മെച്ചമായതുകൊണ്ടാവാം ഒരുപക്ഷെ പൊതുജനം അവരെ തിരഞ്ഞെടുത്തത്. അപ്പം തീരുമാനം എടുക്കുക, തീരുമാനത്തിന് കുറവൊന്നും ഇല്ലല്ലോ കോൺഗ്രസിന്, പക്ഷെ നടപ്പാക്കാൻ പറ്റത്തില്ലല്ലോ. തീരുമാനം എടുക്കുകയാണ് 50% സ്ത്രീകളെയും ചെറുപ്പക്കാരെയും കൂടെ അണിനിരത്തുമെന്ന്. അതിന് ഈ തീരുമാനം എടുത്ത ഏതെങ്കിലും ഒരാൾ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനം മേളിൽ നിന്ന് CPM പോലെയും BJP പോലെയും എടുത്താൽ മാറ്റി നിർത്താൻ കഴിയുന്നതുമായിട്ടുള്ള സംഘടനാ സംവിധാനം ഉള്ള പാർട്ടിയാണോ കോൺഗ്രസ്? ഒരിക്കലുമല്ല. CPM കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാറിയാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. CPM-ന്റെ എത്ര പറയുമ്പോൾ ഓവർസൈസൊക്കെ അങ്ങോട്ട് മാറി നിന്നാട്ട്, അല്ലെങ്കിൽ സുധാകരൻ അങ്ങോട്ട് മാറി നിന്നാട്ട് ആ സീറ്റിൽ അവർ ആളിനെ നിർത്തി ജയിപ്പിക്കുക. അത് നടന്നിരുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു കേരളത്തിൽ, K കരുണാകരൻ. ഓർമ്മയുണ്ടോ? പണ്ട് ഒരു നിയമസഭാ സീറ്റിൽ അന്നും ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ, ഗ്രൂപ്പ് ബലമായിരുന്നു കോൺഗ്രസിന്. ഗ്രൂപ്പ് തളർന്നാൽ കോൺഗ്രസ് തളരുമായിരുന്നു. കാരണം ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ വീതം വെച്ചപ്പോൾ ഇദ്ദേഹത്തിന് 4 സീറ്റിനകത്ത് ഇദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് 4 സീറ്റ് കൊടുക്കാതിരിക്കുകയും പിന്നെ അദ്ദേഹം അത് മേടിക്കുകയും അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി നിർത്തി. പത്തനംതിട്ട മാലയത്ത് ചല്ലാതെ ഉൾപ്പെടെ ഉള്ളവരെ മാറ്റി, ചുവരെത്തിയവരെ മാറ്റി തീരുമാനിച്ചിട്ട് കരുണാകരൻ പറഞ്ഞവരെ അയാൾ ജയിപ്പിച്ചു. അന്ന് ആ സംവിധാനം അന്ന് കരുണാകരൻ കോൺഗ്രസിന്റെ നേതാവായതുകൊണ്ടാണ്. അതൊരു പരിധി വരെ അത്രയും പറ്റിയില്ലെങ്കിലും ഉമ്മൻചാണ്ടി ഇരുന്നപ്പോൾ വരെ പറ്റുമായിരുന്നു. ഇപ്പം ആരത്രയും കോൺഗ്രസ് ഉണ്ട് ഇവിടെ.
നമ്മൾ പറയുമ്പോൾ ഇവർ അടി ഉണ്ടാവുന്നുണ്ട്. ഞാൻ വന്നാൽ ഞാൻ രമേശ് ചെന്നിത്തല പറയും കോൺഗ്രസ് വന്നാൽ എനിക്ക് മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസ് വന്നാൽ എനിക്ക് വേണുവിന് മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസ് വന്നാൽ സതീശന് മുഖ്യമന്ത്രിയാണ്. കോൺഗ്രസ് വരണ്ടേ, MLA-മാരുടെ എണ്ണം കൂടണ്ടേ, അതിനുവേണ്ടിയുള്ള പണി അവർ നോക്കുന്നത്. പക്ഷെ ഇത് വന്നാൽ ഇത് ബാക്കിയുള്ള പാർട്ടികളെ മാതൃകയാക്കും. BJP-ക്ക് ഒരു പക്ഷേ നടന്നേക്കും, CPM-ന് പൂർണ്ണമായിട്ട് നടക്കും. ഇപ്പോഴും നമ്മളത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കോൺഗ്രസിന് അത് നടക്കുമോ എന്നുള്ള കാര്യം, നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലേക്കുള്ള സംഘടന സെറ്റപ്പ്. ഒന്നുകൂടെ അവർ പേടിക്കുന്നുണ്ട്. പഞ്ചായത്ത് ജയിക്കുന്ന പോലല്ല MLA MP സ്ഥാനത്തും നമ്മൾ വിചാരിക്കുന്ന പോലെ. ഇനിയിപ്പം CPM-ന്റെ ഒരു വർക്ക് എന്തായിരിക്കും എന്നറിയാം. അവർക്ക് മനസ്സിലായി പരാജയം പറ്റി. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ജനത്തിൻ്റെ ഇടയിൽ നമ്മളെ പറ്റിയുള്ള ധാരണ. അതിനകത്ത് മാറ്റം വരുത്താൻ വേണ്ടി അവർ ഗ്രാസ് റൂട്ട് ലെവലിൽ എല്ലാ പണിയും അവർ ചെയ്യും. അതിനപ്പുറം എത്ര പറയുമ്പോഴും കേരളത്തിൽ വേറെ പാർട്ടിക്ക് പണി ചെയ്യാനുള്ള സംവിധാനമുള്ള പാർട്ടിയില്ല. BJP-ക്കും തിരുവനന്തപുരത്തും പാലക്കാട്ടും അവരുടെ ചില അല്ലെങ്കിൽ കാസർഗോഡും ചില പല പ്രദേശങ്ങളുണ്ടെങ്കിലും ചിലതൊക്കെ അവർക്ക് ആളുകളില്ലാതുണ്ട്, അല്ലെങ്കിൽ ജനം അംഗീകരിക്കുന്ന ആളില്ലാതുണ്ട്. പക്ഷെ CPM-ന് അങ്ങനെയല്ല, എല്ലായിടും ഉണ്ട്. അത് കൃത്യമായിട്ട് വർക്കൗട്ട് ആക്കിയാൽ CPM-ന് തന്നെ അടുത്ത പ്രാവശ്യം എൻ്റെ ഒരു കണക്കുകളനുസരിച്ച് ഈ പറയുന്നത് 100 കിട്ടിയില്ലെങ്കിലും ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരവും ഈ ധാർഷ്ട്യവും അല്ലെങ്കിൽ മോശമായിട്ടുള്ള സമയവും എല്ലാം കഴിഞ്ഞാലും 10, 20, 30 സീറ്റ് പറഞ്ഞാലും 70 ആകത്തില്ലേ? ഒരു സീറ്റ് കൂടെ വന്നാൽ അധികാരത്തിൽ വന്നൂടെ? അല്ല, ഇതിനകത്ത് വരാൻ പോകുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം K. മുരളീധരൻ പറയണ്ട എനിക്ക് കഴക്കൂട്ടത്ത് കിട്ടിയാൽ മത്സരിക്കാവുന്നത്. അതിന്റെ അർത്ഥം വട്ടിയൂർക്കാവ് രക്ഷയില്ല. വട്ടിയൂർക്കാവ് പുള്ളിയുടെ സ്വന്തം മണ്ഡലമാണ്. വട്ടിയൂർക്കാവ് ആർക്കാണ് രക്ഷ? അവിടെ BJP-ക്കാണ് രക്ഷ. അവിടെ സ്വാഭാവികമായിട്ടും BJP ജയിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ CPM-ന്റെ ഒരു അനുഭവം കൂടി BJP-ക്ക് അവിടെ കിട്ടും. 2000 വോട്ട് വെച്ചോടെ ഉണ്ടെന്നുള്ള സംശയമില്ലത്. BJP-യും CPM-ഉം തമ്മിൽ വ്യക്തമായ ഒരു ധാരണയിലായിരിക്കും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പോകുന്നത്. അതായത് CPM-ന് ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിശ്ചിത ശതമാനം വോട്ടുകൾ BJP-യിൽ നിന്ന് അങ്ങോട്ട് പോവുകയും അതേപോലെ BJP-ക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിശ്ചിത ശതമാനം വോട്ട് BJP-ക്ക് CPM-ൽ നിന്ന് വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് സാധ്യത മങ്ങുന്നത് UDF-നായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ശരിക്കും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇപ്രാവശ്യം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. മാത്രമല്ല ഇപ്പം പ്രശാന്ത് പറയുന്നത് പോലെ ഇനി അങ്ങോട്ട് അവർ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ വളരെ അവരുടെ ഈ എന്താ പറയുക എണ്ണയിട്ട യന്ത്രം പോലെ സജീവമാണ് അവരുടെ ഘടനാ സംവിധാനം എന്ന് പറഞ്ഞത്. പക്ഷെ കോൺഗ്രസിന് അതില്ല. കോൺഗ്രസിന് ഇപ്പം കോഴിക്കോടും ഇപ്പൊ ഈ കിട്ടിയ ഭൂരിപക്ഷം കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. പക്ഷെ 10 വർഷമായിട്ട് അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ് ഒരു കാര്യം പഠിച്ചു. ഇനിയും അധികാരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ തങ്ങളുടെ പാർട്ടി കേരളത്തിൽ വംശനാശം നേരിടുമെന്നുള്ള ഒരു വലിയ സത്യം. പക്ഷെ ഇത് തന്നെയാണ് BJP-യുടെ തന്ത്രം. കാരണം BJP-ക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണം പിടിക്കണമെന്നില്ല. പതിയെ കോൺഗ്രസിനെ അവിടെ നിന്ന് ഇല്ലാതാക്കണം. ഒരിക്കൽ കൂടി CPM-നെ അവിടെ അധികാരത്തിലേക്ക് എത്തിച്ചാൽ അടുത്ത തവണ പ്രതിപക്ഷത്തേക്ക് നടന്നു കയറാമെന്നുള്ളതാണ് BJP-യുടെ തന്ത്രം. ഇത് കൃത്യമായിട്ട് CPM-ഉം മനസ്സിലാക്കുന്നുണ്ട്, കോൺഗ്രസും മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം കോൺഗ്രസിന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗാണ് ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവ്വം നീങ്ങുന്നത്. അതുകൊണ്ട് ഇത്തവണ ലീഗ് തന്ത്രപരമായിട്ട് നീക്കത്തിലേക്ക് പോകുന്നുണ്ട്. അതായത് തെക്കൻ ജില്ലകളിൽ കൂടി ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണം. ഇതൊരു വടക്കൻ ജില്ല അല്ലെ മലബാർ പാർട്ടി ആണെന്നുള്ള ഇമേജ് മാറ്റണമെന്ന് ലീഗ് കൃത്യമായിട്ട് തീരുമാനിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗിന് കൃത്യമായിട്ട് MLA-മാരെ അണിനിരത്തിക്കൊണ്ട് ഒരു നീക്കം നടത്തിയാൽ ഒരു പക്ഷേ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും വെല്ലുവിളി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ യുവാക്കൾക്ക് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകും. എങ്കിൽ മാത്രമേ കേരളീയ ജനതയുടെ മനസ്സ് പിടിക്കാൻ കഴിയുള്ളൂ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമല്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് വേറെ വലിയ പൊളിറ്റിക്സ് ഉണ്ട്. നിങ്ങളാരും മനസ്സിലാക്കാത്തൊരു പൊളിറ്റിക്സാണ് ഇവിടെ പറയുന്നത്. വെള്ളാപ്പള്ളി പറയുന്നത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ലീഗ് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ബുദ്ധിപരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പൊ നമ്മളെല്ലാം പറയുന്നത് വടക്കല്ലേ ഉള്ള ലീഗ് അവർ അവർ സേഫാക്കി. ആർക്കും അവരെ അവിടെ അതിജീവിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പറയുന്നതല്ല, അതിജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ പാർട്ടി സംവിധാനം ഉണ്ടാക്കി. അറിയോ? കാരണം അവരെ മറികടക്കാൻ വേറെക്കും പറ്റത്തില്ല. അതിന് ഏതൊക്കെ നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ ഈ സാന്ത്വന അല്ലെങ്കിൽ കിടപ്പ് രോഗികളെ പരിരക്ഷിക്കുന്ന കാര്യത്തിലും ഇല്ലാത്തവന് വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാ രീതിയിലും അവർ ഇൻവോൾവ് ആണ്. കാരണം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സമ്മതമായിട്ടുള്ള പാർട്ടിയായിട്ട് മാറി. അവിടെ സാമ്പത്തികം ഈ UDF ഇല്ലയോ അവർ ജയിക്കും. CPM-നെ അവിടെ അവരെ മറികടക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലേക്ക് മാറ്റി. അപ്പം ഇപ്പം എല്ലാവരും പറയുന്നത് ഇപ്പം തന്നെ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് നാളെ കാലത്തെ ഏതെങ്കിലും ലീഗിൻ്റെ ഉദ്ദേശം എന്നാണ് ലീഗിനൊരു മുഖ്യമന്ത്രി ആയിട്ട് അല്ലെങ്കിൽ വരണമെന്നുള്ള താല്പര്യം തന്നെയുണ്ട്. അപ്പം അതിനവർക്ക് അത് വിശാലമാക്കേണ്ടതുണ്ട്. കാരണം 25 സീറ്റ് മത്സരിക്കുമ്പം ഇപ്പൊ ഏതാണ്ട് 15% സീറ്റുണ്ട് അവർക്ക് MLA-മാരുണ്ട്. 97 മത്സരിക്കുന്ന കോൺഗ്രസിനുള്ളത് എത്ര? 22 MLA-മാരാ. അവർ 5 കൂടെ ചോദിച്ചാൽ അവർക്കെന്ത് അവരുടെ സ്ട്രൈക്കിംഗ് റേറ്റ് എത്ര?
അവർ 5 കൂടെ ചോദിച്ചാൽ കൊടുത്തേ മതിയാവത്തുള്ളൂ. കാരണം അവർ ഫിക്സഡ് ഡിപ്പോസിറ്റാ UDF. അതെ ആ മാണി പണ്ടുണ്ടായിരുന്നു, മാണി ഇപ്പോൾ ഇല്ല, മാണി ഇവിടെ കേരള കോൺഗ്രസ് ഇല്ല. അപ്പൊ അവരിത്, ഞാൻ പറഞ്ഞു വന്നത് വെള്ളാപ്പള്ളി പറഞ്ഞതിനകത്തെ വാസ്തവം നമ്മൾ മനസ്സിലാക്കേണ്ട, അവരിത് കേരളത്തിലേക്ക് വിശാലമാക്കിയാലല്ലേ ഒരു മൂലയ്ക്ക് കിടക്കുന്നവനെ കേരളത്തിന് മുഖ്യമന്ത്രിയാക്കാനൊക്കെ വിശാലമായി വരുമ്പോഴല്ലേ ഒരു 10-30 സീറ്റിനകത്ത് വരുക. ഇതുപോലെ ഈ 10-20 സീറ്റ് അവർ മത്സരിച്ച് വരും. കോൺഗ്രസിന് 22 ഉള്ളെങ്കിൽ പിന്നെ ആരാ മുഖ്യമന്ത്രി? അല്ലെങ്കിൽ ഈ രീതി പോയാൽ അപ്പോൾ അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഏതായാലും BJP ഈ ഇപ്പൊ തിരുവനന്തപുരം ഒരു ഇദ്ദേഹം മുമ്പേ പറഞ്ഞതുപോലെ ഷോക്കേസ് ആയിട്ട് വെച്ച് അവിടം കൊണ്ട് BJP വന്നാൽ നിങ്ങളാരും വിചാരിക്കുന്നതല്ല, ഇവരാരും പറയുന്നതല്ല, BJP ഇതാണ്, വികസന തന്ത്രമാണ് BJPയുടെ. BJP ഉണ്ടെങ്കിൽ വികസനമുണ്ട്. അപ്പൊ തിരുവനന്തപുരം കണ്ടോ, ഇത് കാണിച്ചിട്ട് വിശാലമാക്കാനാണ് RCയുടെ ഉദ്ദേശം. RCയുടെ തന്ത്രത്തിന്റെ പുറത്ത് കോൺഗ്രസ് ഈ പറഞ്ഞ ഏത് അഭ്യാസം എടുത്താലും നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം RC അത്ര മോശക്കാരനായിട്ട് കാണാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അയാളുടെ കൂടെ ഇതിന് മുമ്പുള്ളതുപോലെ അല്ലാതെ BJP ഒന്നിച്ചു നിന്നാൽ, ഗ്രൂപ്പ് നോക്കാതെ അല്ലെങ്കിൽ ഒന്നിച്ചു നിന്നാൽ, ഒരേ ആവേശത്തിൽ ഒരേ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയാൽ ആ തന്ത്രമാണ് RCക്ക് വിജയിപ്പിക്കാൻ അറിയാം. അയാൾ വിജയിച്ച ചരിത്രമാണ് അയാളുടെ പുറയിലുള്ള നമ്മൾ നോക്കുമ്പോൾ. അയാൾ ബിസിനസ്സുകാരനായിട്ട് വിജയിച്ചിട്ടുണ്ട്, രാഷ്ട്രീയക്കാരനായിട്ട് വിജയിച്ചിട്ടുണ്ട്, മന്ത്രിയായിട്ട് വിജയിച്ചിട്ടുണ്ട്. അയാൾക്ക് അതിനോട് കഴിവുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ കേന്ദ്ര അദ്ദേഹത്തെ കൊണ്ടിപ്പം ഈ ഒരു എല്ലാവരും തയ്യാറെടുക്കുന്നു. അപ്പം BJPയുടെ തയ്യാറെടുപ്പ്, ഇപ്പം സിനു പറഞ്ഞ പോലെ BJP നാളെ കാലത്തിന് എത്ര പറഞ്ഞാലും 2026 BJP മുഖ്യമന്ത്രി ഉണ്ടാകത്തില്ല. BJPക്കും അറിയാതെ, BJPക്ക് അത് പെല്ലെ ഇവിടെ ഉണ്ടാക്കി എടുക്കണം. അല്ല, അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടിരിക്കുന്ന ഈ അധികാരം ഏൽക്കുമ്പോൾ കാണുന്ന സാധനം, ഈ പിന്നെ കാലത്തിന്റെ മാറ്റം കൊണ്ട് അതിനകത്തുണ്ട്. ഈ പണ്ടുണ്ടായിരുന്ന അസ്പൃശ്യത BJPയുമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഇടയ്ക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ പെട്ടെന്ന് ഇപ്പം മറ്റത്തൂരിൽ 8 കോൺഗ്രസ്സുകാർ ഒറ്റയടിക്ക് രാജിവെച്ച് ഒരു പ്രയാസം ഇല്ലാതെ BJPയിലേക്ക് ചേരുന്നു. അപ്പൊ ഈ രീതിയിലുള്ള ഒരു സാമൂഹികമായ ഒരു മാറ്റം ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ റിഫ്ലക്ഷൻ തന്നെയാണ് തിരുവനന്തപുരത്തും കണ്ടിരിക്കുന്നത്. അല്ല, മാത്രമല്ല ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇപ്പൊ BJPയുടെ ഒന്നും ഇല്ല. ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളാണ് ഇവിടെ പലരുടെയും, അല്ലെങ്കിൽ ഇപ്പോഴും തന്നെ അതാണല്ലോ സംഭവിച്ചത്. ന്യൂനപക്ഷ ഏകീകരണം CPM-നെ വലച്ചത്, ഭൂരിപക്ഷ ഏകീകരണം നടന്നിട്ടുമില്ല. ആ ന്യൂനപക്ഷ ഏകീകരണത്തിന് വേണ്ടി ആ VD സതീശൻ പറയുന്നത്, VD സതീശന് നാളെ ഇവിടെ BJPക്കകത്ത് നിന്നാൽ ജയിക്കാൻ സാധിക്കുമെങ്കിൽ VD സതീശൻ അന്നേരം ഉടുപ്പ് ഊരി അങ്ങോട്ടങ്ങ് പോകും. രമേശും പോവും, KC വേണുവാലും പോവും. അല്ലാതെ ഇതിനകത്ത് ഞാൻ BJPയോ RSSോ എനിക്ക് കാണുമ്പോൾ മേലുവരുക്കുന്നൊന്നുമില്ല. ഇവിടെ അതിനുള്ള സാധ്യത ഇല്ല എന്നുള്ള ഒരു തോന്നൽ, ആ ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലായാൽ ഇതെല്ലാം നമ്മൾ പറയത്തില്ലേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ കൂട്ട്. അല്ല, BJPയുടെ തന്ത്രം അത് തന്നെ. അടുത്ത പ്രാവശ്യം CPM അല്ലെങ്കിൽ LDF അധികാരത്തിൽ വരണം എന്നുള്ള BJPയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് കോൺഗ്രസ് മുക്ത ഭാരതം, 2 ഒരു തവണയും കൂടെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മറ്റത്തൂര് രാഷ്ട്രീയപരമായിട്ട് അതെ. ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ RC ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ BJP കരുത്തുണ്ടെന്ന് തോന്നിപ്പിച്ചിട്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ പോലെ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ ഉൾപ്പെടെ ഉള്ളവനെ BJP പർച്ചേസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കിയെടുക്കും. അങ്ങനെ BJPയുടെ കളം പിടിക്കും. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു ലക്ഷണം അനുസരിച്ച് BJP വിചാരിക്കുന്നത് കോൺഗ്രസ് വേണ്ട, കോൺഗ്രസിനെ മാറ്റി ഒരിടത്ത് CPM വേണമല്ലോ, CPM BJP. മാത്രമല്ല, ഇനിയിപ്പോ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ കോൺഗ്രസ് ഇപ്പൊ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര ഈസി വാക്കോറൊന്നും അല്ല ഈ സംഗതി. കാരണം മിക്കവാറും നല്ലൊരു ശതമാനം സാധ്യത ഇപ്പോഴും CPM നയിക്കുന്ന LDF തന്നെയാണ് അധികാരത്തിൽ വരാനുള്ള സാധ്യത കൂടുതൽ. നമുക്ക് കാത്തിരിക്കാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.